രണ്ടും കൽപ്പിച്ചെന്നെ ഇറങ്ങിയൊക്കെയാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യമുണ്ടോ, എൻ്റെ ആത്മകഥ പറഞ്ഞിട്ട് പോലും ആൾ കാണില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഈ സിസ്റ്റത്തിനുള്ള പ്രതിഷേധമാണ് പറഞ്ഞു. ആ എന്ത് പ്രതിഷേധമാണ്? ആ സിസ്റ്റം ഒന്ന് പറഞ്ഞു. നാട്ടുകാർ സിനിമ തിയേറ്ററിൽ പോയി കാണാത്തതിന്റെ സിസ്റ്റം എന്തുകൊണ്ട് അങ്ങനെ വലിയ സിനിമകൾ മാത്രം ഓടിയാൽ മതിയോ? ചെറിയ സിനിമകൾ പറഞ്ഞു. ഏത് ആ സിനിമ ഓടുന്നുണ്ട്, അങ്ങനെയാക്കി തിയേറ്ററിൽ നിന്നുള്ള ഓടുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞാൽ അതിനകത്തൊരു സീരിയസ് മാറ്റം കൊണ്ടുണ്ടോ. ഞാൻ തമാശയ്ക്ക് പറയാനകത്ത് സീരിയസ് ഉണ്ട്. ചെറിയ സിനിമകൾ കാണാൻ തിയേറ്ററിൽ സ്പേസ് കൊടുക്കുന്നില്ല, അത് 2 ദിവസം ആളില്ലാതെ എടുത്ത് കളയുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ. അങ്ങനെ സിസ്റ്റം എന്തിനുണ്ടാക്കുന്നു? 2 ദിവസം ആള് വരാതിരിക്കുന്നതുകൊണ്ട് തിയേറ്ററാണ് പറയല്ലേ, അതിന് മുമ്പ് വരട്ടെ. അതിലേക്ക് നമ്മൾ നാളെ കയറ്റി നിറച്ചു കൊടുക്കാറുണ്ടല്ലോ. നിറച്ചു കൊടുക്കുന്ന പരിപാടിയല്ല അതൊക്കെ ഇതിനുള്ള പ്രതിഷേധ സിസ്റ്റത്തിന് അതൊക്കെയാണ് മൊത്തത്തിൽ പ്രതിഷേധമാണ് അല്ലേ? പക്ഷെ അപ്പൊ അവര് പറയുന്നത് ചെയ്യാതിരുന്നാ പോരെന്ന് ചോദിക്കുക. അല്ല നിറച്ചു കൊടുക്ക, അത് പറഞ്ഞായിരുന്നു. നിറച്ചു കൊടുത്തിട്ടും നന്ദിയില്ലെന്ന്. ഞാൻ ഇത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? അപ്പൊ എല്ലാത്തിന്റെ പ്രതിഷേധമായിട്ട് ഒരു ടിക്കറ്റ് ഞങ്ങൾ 2 മണിക്കൂർ കളയണമെന്നാണ്. പ്രതിഷേധിക്കാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ. തുറന്നു പറയും. ഞാനോ? ഞാൻ തുറന്നു പറയും. തുറന്നു പറയുന്ന ഒരാളാണ്, അതെനിക്കറിയാം. അപ്രിയ സത്യങ്ങള് മാക്സിമം പറയാതിരിക്കാൻ ശ്രമിക്കും. തുറന്നു പറയുന്നുണ്ട്. മറ്റുള്ളവർക്ക് പ്രശ്നമാവുന്ന ഈ പറഞ്ഞ പോലെ ഈ രവീന്ദ്രൻ എവിടെയാന്ന് ചോദിച്ച പോലുള്ള പ്രശ്നമാവുന്ന സാധനങ്ങളൊക്കെ പറയാതിരിക്കാൻ ശ്രമിക്കും. ബാക്കി എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനത്തെ ഒരാളെ പറയാറില്ല. തുറന്നു പറയുന്നതുകൊണ്ട് പല സ്ഥലങ്ങളിലും മാറ്റി നിർത്തപ്പെടുന്നു. എന്നെയോ മാറ്റി നിർത്തിക്കോട്ടെ, സന്തോഷം. എനിക്ക് അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ മാറ്റി നിർത്തി നിങ്ങളായിരിക്കും. മാറ്റി നിർത്തുന്ന എനിക്കിഷ്ടം. നമ്മള് എനിക്ക് ആൾക്കൂട്ടം ഇഷ്ടമില്ല. അല്ല ഞാൻ ഇന്റർവ്യൂലല്ല കാര്യങ്ങൾ തുറന്നു പറയുന്നോണ്ട് മാറ്റി നിർത്തും ചില വേദികളിൽ. അല്ല അത് അങ്ങനെ തുറന്നു പറയുന്നോണ്ട് ആ സ്വഭാവം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടല്ലോ വീട്ടിൽ നിന്ന് വരെ. അല്ല പക്ഷെ എനിക്ക് ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. മാറ്റി ആൾക്കൂട്ടത്തിൽ തനിയെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ തുറന്നു പറയുന്നതുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ കൂട്ടത്തിലോട്ട് കൂട്ടിയ പോലെ എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ചെറിയ പേടിയുണ്ട്. അപ്പം ഇന്നത്തെ ലോകം അങ്ങനെയാണല്ലോ, നമ്മൾ ആരെങ്കിലും മാറ്റി നിർത്തപ്പെട്ടതായിട്ട് തോന്നി നിന്നാൽ അവരെ കൂടെ കൂട്ടുക എന്നുള്ള ഒരു പുതിയ രീതിയുണ്ട്. അതങ്ങനത്തെ ഒരു പുതിയ രീതിയുണ്ട്. അവര് ഭയപ്പെട്ട് ചേർത്ത് പിടിക്കും. ഭയമല്ല, അതിനെ ഭയം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചേർത്ത് പിടിക്കാൻ ശ്രമിക്കാം. എന്തോ ഒരു പേടി. ഇവര് കമ്മൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ? അമ്മയില് മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല. അമ്മ നമ്മുടെ നമ്മള് കാണുന്ന ആൾക്കാർ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അങ്ങനെയല്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന ഫ്രട്ടേണിറ്റിയിലെ ആൾക്കാരുമായിട്ടല്ല നമ്മൾ അടുത്ത് ഇടപഴകുന്നത് സ്വാഭാവികമായിട്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ, മാറ്റി നിർത്തപ്പെട്ട ആൾക്കാർ ചേർത്ത് നിർത്തുന്ന കുറച്ചൊരു ഒരു പുതിയൊരു സിൻഡിക്കേറ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ചേച്ചി പറയുന്നത്. അല്ല ഒരു സെക്കൻഡ്, ഈ മാറ്റി നിർത്തപ്പെട്ടു എന്ന് ചോദിച്ചത് എന്തുദ്ദേശിച്ചിട്ട്? എന്നെ മറ്റേ മീൻ മാർക്കറ്റ് വെച്ച് കണ്ടായിരുന്നു, അതാണ് ഉദ്ദേശിച്ചാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ എനിക്ക് പിടിയിട്ടില്ല. അമ്മയുടെ കാര്യം വന്നപ്പോ അതിലേക്ക് ഞാൻ വരാം. അമ്മയുടെ കാര്യമല്ല, ഞാൻ അമ്മയുടെ മെമ്പറാണ്. അമ്മയിലേക്ക് വന്നപ്പോഴാണ് ഞാൻ അതിലേക്ക് ഒന്ന് വന്നേക്കാന്ന് ഓർത്ത്. ഇപ്പൊ കുറച്ചു മുമ്പ് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഞാൻ അങ്ങനെ അമ്മയെ ഉദ്ദേശിച്ചല്ല പറഞ്ഞേ. അല്ല ഞാൻ ഉദ്ദേശിച്ചില്ല. ഇപ്പൊ ഞാൻ എടുത്തിട്ടപ്പോ അതിലേക്കൊന്ന് പോണല്ലോ നമുക്ക്. അല്ല ഞാൻ ഓവറോൾ മൊത്തത്തിലുള്ള ഒരു പ്രതിഭാസം പറഞ്ഞതാണ്. പ്രതിഭാസത്തിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ട്. മൊത്തത്തില് അതിപ്പോ ഇത് അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ചെറിയ സമൂഹങ്ങളെല്ലാം വലിയ സമൂഹത്തിന്റെ ഭാഗമല്ലേ? ഞാൻ ഇവിടെ ബുദ്ധിമാനായിട്ട് ഒരാളെ കാണുന്നു, ഒരക്ഷരം പറയാതെ കഴിഞ്ഞ 3 ഇന്റർവ്യൂവിൽ പഠിച്ച് എങ്ങനെ ഡീൽ ചെയ്യണം തുടങ്ങിയിട്ടുണ്ടല്ലോ.
വനിതകളുടെ കൂട്ടായ്മയൊക്കെ? ഞാനൊരു കൂട്ടായ്മ, ഏത് വനിത, എവിടെയാ വനിതാ സംഘം? ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ തുടങ്ങി അമ്മയിൽ പെട്ടെന്ന് ഒരു കൂട്ടായ്മ ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഒറ്റപ്പെട്ട ആൾക്കാരെ ചേർത്ത് നിർത്തുന്ന കൂട്ടായ്മയല്ലേ ചോദിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോൾ ഇറക്കാൻ പോകുന്ന സിനിമ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഒരിക്കലല്ല. അമ്മയിലുള്ള 3-4 പേര് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ രവീന്ദ്ര നീ എവിടെയാണ്? അല്ല, ഒരു അമ്മയായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമയല്ലേ അല്ലേ? ആ അമ്മയല്ല ഈ അമ്മ, ആ അമ്മയല്ല ഈ അമ്മ. ആ ഒരു കൂട്ടായ്മ തുടങ്ങിയെന്ന് ഇങ്ങനെ അറിഞ്ഞു, സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി. അത് കുറച്ച് ഏത് കൂട്ടായ്മ? ഒരു വാട്സാപ്പ് കൂട്ടായ്മ. അല്ലല്ല, ഹൈദരാലിക്ക് അറിയാവുന്ന കാര്യം ഒന്ന് പറയൂ, ഞങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടാണ്. ഒരു സ്ത്രീകളുടെ കൂട്ടായ്മ അമ്മയിൽ പെട്ടെന്ന് ഈ ഇപ്പോഴാണ് ഉണ്ടായത് ഈ അല്ല, ഇലക്ഷൻ. അതൊക്കെ നേരത്തെ ഉണ്ടാവൂല്ലോ, സ്ത്രീകളുടെ കൂട്ടായ്മ ഉണ്ടാവൂല്ലോ, കുറച്ച് പേരുകള് കൂടി സംസാരിക്കുന്നുണ്ടാവും എന്നാണ് എന്റെ ഒരു ധാരണ. ആ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ടോ? ഇപ്പൊ തുടങ്ങിയോന്നോ? ആരാ പറഞ്ഞ? അല്ല, ഞാനിങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടെന്നൊക്കെ പൊതുവെ ചർച്ച അത് അഡ്മിനാണോ? ഞാനല്ല, അല്ല, അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ട് എന്ന് പുറത്ത് സംസാരം കേട്ടു തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തുറന്നു ചോദിക്കുന്നതാണ്, അതില് ഉണ്ടോ, ആ പുതിയ ഉണ്ടായ വാട്സാപ്പ് കൂട്ടായ്മയിലുണ്ടോ? എന്തോ അറിഞ്ഞിട്ടുള്ള ചോദ്യം. അറിഞ്ഞിട്ടുള്ള ചോദ്യം. എന്തോ ഒരു കുത്തിത്തിരിപ്പ് മണക്കുന്നുണ്ട്. അങ്ങനെയല്ലേ ചേച്ചി പറഞ്ഞത്? ഇപ്പൊ ബ്രേക്ക് വേണം, നമുക്ക് രക്ഷപ്പെടാം. കുത്തിത്തിരിപ്പുണ്ടെങ്കിലേ പടം ഓടുള്ളൂ എന്നൊക്കെ പറഞ്ഞ പിന്നെ എന്തിന്? അതിനല്ലേ കൊണ്ടുവന്നതിനെ. ചേച്ചി അങ്ങനെ കൂട്ടായ്മ ഉണ്ടോ? സത്യം പറ ചേച്ചി, ചേച്ചിയുടെ അറിയലുണ്ടോ? ഉണ്ട്. രഹസ്യ കൂട്ടായ്മ? രഹസ്യമൊന്നുമല്ല. രഹസ്യമില്ല. രഹസ്യമാണെങ്കിൽ ദേ എങ്ങനെ അറിയും? ഞാനൊരു കാര്യം രഹസ്യം മാത്രം ചോദിച്ചോട്ടെ? അറിയുന്ന ആളല്ലേ? അല്ലല്ല, വനിതയാണ്. വനിതകളുടെ കൂട്ടായ്മ രഹസ്യമോ? വനിതകളുടെ കൂട്ടായ്മ രഹസ്യമോ? അതെങ്ങനെ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വനിതകളുടെ ഒരു കൂട്ടായ്മ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അമ്മയിലെ ഒരുപാട് അംഗങ്ങൾ അതിൽ ആഡായിട്ടുണ്ട്. ഞാനും അതിൻ്റെ ഒരു പാർട്ടാണ്. അത് വളരെ നല്ല കാര്യങ്ങളൊക്കെ അമ്മയിൽ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അമ്മയ്ക്കും അമ്മയ്ക്ക് പുറത്തും വിചാരിച്ചിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിലിപ്പോ എല്ലാവരും ഉണ്ടോ? എല്ലാവരും തന്നെയുണ്ട്. അല്ല, കുറച്ച് പേരെ കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഒരു 150ഓളം ആൾക്കാർ ആഡായിട്ടുണ്ട്. എനിക്കൊന്ന് മൊത്തം ഒരു 250 വനിതകളെ ഉണ്ടാവുള്ളൂ ടോട്ടല്. അതിലൊരു 150ഓളം ഉണ്ട്. 150ഓളം ബാക്കി ആഡ് ചെയ്യാനുണ്ട്. ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജസ്റ്റ് 2-3 ഡേയ്സ് ആയിട്ടുള്ളൂ. അല്ല, അതാണ് ഒരു ഇലക്ഷൻ ഒക്കെ പ്രഖ്യാപിക്കുന്നു, പെട്ടെന്ന് ഒരു കൂട്ടായ്മ ഉണ്ടാവുന്നു. അവിടെയാണല്ലോ ഡൗട്ടുകളും സംശയങ്ങളും വരുന്നത്. നല്ല കാര്യമല്ലേ? നേരത്തെ WCC എന്ന് പറയുന്ന പ്രസ്ഥാനം തുടങ്ങി അല്ലേ? അതെനിക്കറിയില്ല, ഞാനതിലില്ല. അല്ല, അറിയണമല്ലോ. അമ്മയിൽ നിന്നും അമ്മയിലെ വിഷയങ്ങൾ WCC ഉണ്ട്. അതുപോലെ ഒരു കൂട്ടായ്മയിലേക്കാണോ ശ്രമിക്കുന്നത്? ഒരിക്കലും അല്ല. അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട്, അമ്മയ്ക്ക് ഉള്ളിൽ നിന്ന് അമ്മയ്ക്ക് ഞാൻ മനസ്സിലാക്കിയത് അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്ന, അമ്മയോട് 100% പ്രതിബദ്ധത പുലർത്തുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. 3 ദിവസം ആയിട്ടുള്ളൂ ഞാൻ അതിൽ ആഡായിട്ട്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കി. ഹൈദരാലി വിചാരിച്ച ഒന്നുമില്ല, സത്യം വന്നല്ലോ. കൂടാതെ ഞാൻ അത് ചോദിച്ചാണ്, സത്യം വന്നല്ലോ. അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടെന്ന് പുറത്ത് സംസാരമായല്ലോ. അതിൽ എനിക്ക് തോന്നിയ ഒരു രണ്ടാ കട്ടി വീഴ്ചയുടെ സൈഡിൽ ഒരു ഇളിച്ച ചിരി വരുന്നുണ്ട്. ഉദ്ദേശിച്ച കാര്യം വർക്കൗട്ട് ആയില്ല എന്നുള്ള ചിരി. നോക്കട്ടെ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.